നമസ്കാരം. ഏകദേശം ഒരു 100 വർഷമായി ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒരു വലിയ നിഗൂഢതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മനുഷ്യൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരുപാട് വർഷം പിന്നിലേക്ക് പോകാം. ആ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണെങ്കിലും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണെങ്കിലും ഒക്കെ യുദ്ധം തന്നെയാണ് നടന്നിരിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ 15ഓളം എപ്പിസോഡുകളുള്ള ദൈർഘ്യമായിട്ടുള്ളൊരു ചരിത്ര വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തതാണ്. അത് നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ട്. എത്രമാത്രം രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ നടന്നത്. അവിടുന്ന് മുൻപോട്ട് വരാം. 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും 2-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് യുദ്ധമില്ലാത്ത ഒരു ചരിത്രം മനുഷ്യനുണ്ടായിട്ടേ ഇല്ലെന്നാണ്. ഇപ്പോഴുള്ള കാലഘട്ടം എടുത്താലും യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം യുദ്ധം നടന്നിരുന്നു, ഈ വർഷം യുദ്ധം നടക്കുന്നു, ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും ഒക്കെ യുദ്ധം നടക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ലോകത്ത് തന്നെ ഒരു മഹാസാമ്രാജ്യമുണ്ട്. 100 കണക്കിന് വർഷം ആ സാമ്രാജ്യം പ്രതാപത്തോടു കൂടി തന്നെ നിലനിന്നിട്ടുണ്ട്. അത്രയും വർഷക്കാലം അത് നീണ്ടു നിന്നിട്ടും അവിടെ ഒരു യുദ്ധം നടന്നതായിട്ടുള്ള ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ പൂർണ്ണമായിട്ടും സമാധാനം നിറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അവിടെ യുദ്ധം നടക്കാതിരുന്നത്? യുദ്ധം നടക്കാതെ എങ്ങനെയാണ് ഒരു സാമ്രാജ്യം ഉണ്ടാകുന്നത്? അത്രയും വലിയ പ്രദേശത്ത് ആളുകളെ എങ്ങനെയാണ് ഭരിക്കാൻ സാധിക്കുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ അതിൻ്റെ പ്രതാപത്തിലിരുന്നത് ഏകദേശം 2500 BC-യിലാണ്. അതായത് ഏകദേശം ഒരു 4500 വർഷം മുമ്പായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രതാപത്തിൽ നിലനിന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരുന്നു. അതേ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷനേക്കാളും മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനേക്കാളും ഒക്കെ വലിപ്പത്തിലും അതിൻ്റെ ആ ഒരു പ്രൗഢിയിലുമൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെ ഉയർന്നു നിന്നു. എന്നാലും ഏകദേശം 100 വർഷത്തോളം പര്യവേഷണങ്ങൾ നടത്തിയിട്ടും 100 വർഷങ്ങളോളം പഠനങ്ങൾ നടത്തിയിട്ടും അവിടെ ഏതെങ്കിലും ഒരു കൊട്ടാരം കണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചോ? ഈജിപ്തിലൊക്കെ വലിയ വലിയ പിരമിഡുകൾ നമ്മൾ കണ്ടെത്തി. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ശവകുടീരം നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ എന്തെങ്കിലും കൊട്ടാരമോ അല്ലെങ്കിൽ അവരുടെ ശവകുടീരങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് ഉത്തരം. അത്തരത്തിലുള്ള ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണക്കാർ ജീവിച്ചിരുന്ന പ്രദേശങ്ങൾ, അവർക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രദേശങ്ങൾ, അവർക്ക് കച്ചവടം ചെയ്യാനുള്ള പ്രദേശങ്ങൾ, അങ്ങനെയുള്ള സാധാരണക്കാരുടെ പ്രദേശങ്ങൾ മാത്രമാണ് നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശം ഭരിച്ചത് ആരായിരുന്നു? ഇതൊരു ഓണക്കാലഘട്ടമാണ്. ഓണക്കാലഘട്ടത്ത് നമ്മൾ പറയും മാവേലി ഭരിച്ചിരുന്ന കാലം എല്ലാവരും ഒരുപോലെയായിരുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ശരിക്കും മാവേലി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം പോലെ ആയിരുന്നില്ലേ ഇൻഡസ് വാലി സിവിലൈസേഷൻ? എല്ലാവരെയും അവിടെ തുല്യരായിട്ടല്ലേ ട്രീറ്റ് ചെയ്തത്? രാജാവിനൊരു കൊട്ടാരം അല്ലെങ്കിൽ രാജാവിൻ്റെ മരണശേഷം ഒരുപാട് പണം ചെലവഴിച്ച് ദൂരത്തിലുണ്ടാക്കിയ ഒരു ഏൻഷ്യൻ ടൂംബ് ഒന്നും അവിടെ ഉണ്ടാക്കിയില്ലല്ലോ. കൊട്ടാരവും പടുകൂറ്റൻ ശവകുടീരങ്ങളും ഒന്നും അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് അതിന് മാത്രം പണമില്ലായിരുന്നു എന്നല്ലേ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ പണമില്ലാത്തതായിരുന്നോ ശരിക്കുമുള്ള പ്രശ്നം? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന അവരുടെ വീടുകൾ നമുക്ക് പരിശോധിക്കാം. അവിടെ അവർക്ക് ടൈല് പാകിയിട്ടുള്ള കുളിമുറികളുണ്ടായിരുന്നു. ഓരോ വീടുകളിലും ശുദ്ധജലം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഓരോ വീടുകളിലുമുള്ള മാലിന്യങ്ങൾ, മലിനജലം ഒഴുക്കി വിടാനായിട്ട് ഏറ്റവും മികച്ച ഡ്രെയിനേജ് സിസ്റ്റം തന്നെ നിലവിലുണ്ടായിരുന്നു. മോഡേൺ ഡ്രെയിനേജ് സിസ്റ്റത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിലായിരുന്നു ഇവ ഓരോന്നും നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം സാങ്കേതികവിദ്യയുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്കിൽഡായിട്ടുള്ള ആളുകളുടെ കുറവ് കൊണ്ടോ അല്ല, അവരത് വേണ്ടെന്ന് വെച്ചതാണ്. ചരിത്രകാരന്മാർ പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒരിക്കലും ഒരു ചക്രവർത്തിയോ രാജാവോ അല്ലെങ്കിൽ ഒരു സുപ്രീം കമാൻഡറോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ്. അവിടെ കൂട്ടായിട്ടുള്ളൊരു ഭരണമായിരുന്നു. അതായത് ഒരു മൊണാർക്കി ആയിരുന്നില്ല, അവിടെ ഹെട്രാർക്കി ആയിരുന്നു. കുറേയധികം ആളുകൾ കൂടി ചേർന്ന് ഒരു കൗൺസിൽ ഉണ്ടാകും.
അങ്ങനെ പല പല കമ്മ്യൂണിറ്റികളുണ്ടാകും. ആ കമ്മ്യൂണിറ്റികൾക്കെല്ലാം കൗൺസിലുകളുണ്ടാകും. ആ കൗൺസിലിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് കൂടി ചേർന്നിരുന്ന് പല ഡിസിഷൻസ് ഉണ്ടാക്കുമായിരുന്നു. സാധാരണക്കാർക്ക് പോലും പലതരത്തിലുള്ള തീരുമാനങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും, ചർച്ചകൾ നടത്താൻ സാധിക്കും. അതിൽ നിന്നും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു. വലിയ കൊട്ടാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ശവകുടീരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, സംവദിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരിക്കലും ഒരാളുടെ മുകളിൽ മറ്റൊരാൾ ഡൊമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മീറ്റിങ്ങുകളായിരുന്നില്ല. അങ്ങനെയുള്ള മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ആ മീറ്റിങ്ങിലൂടെ ഉരുത്തിരിയുന്നത് ഒരു കൊട്ടാരം പണിയണമെന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷറി റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നോ ഒക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനൊരു തീരുമാനവും ആ കമ്മ്യൂണിറ്റി എടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെ സുഖകരമായിട്ട് ജീവിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്നാണ് അവർ ആ മീറ്റിങ്ങുകളിലൊക്കെ ആശയങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തത്. ഒരു പ്രാചീന സിവിലൈസേഷനെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ വരച്ചു വച്ചിട്ടുള്ള ചിത്രങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ പ്രതിമകളിലൂടെയാണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലുമൊക്കെ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷനിലും ചിത്രങ്ങളും അതുപോലെ ചില ലിഖിതങ്ങളും പിന്നെ ചില സ്കൾപ്ചേഴ്സും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ കാഴ്ചകൾ അത് തീർത്തും വ്യത്യസ്തമായിരുന്നു. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലൊക്കെ ഒരുപാട് പട്ടാളക്കാരുടെ നിരകൾ അവർ ചിത്രങ്ങളായിട്ട് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയയിലും നമുക്ക് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഫറോമാരും ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ നടത്തുന്ന ക്രൂരമായിട്ടുള്ള ശിക്ഷാ രീതികളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ പോലും നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്നും അവരുടെ ലിപികളിൽ നിന്നും ഒക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അങ്ങനെയുള്ള ശിക്ഷകളൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരണങ്ങളൊന്നും അവർ ചിത്രങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കൾപ്ചറിൻ്റെ രൂപത്തിലോ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. പിന്നെ ആയുധങ്ങൾ, വളരെ മൂർച്ചയേറിയ ആളുകളെ കൊല്ലാൻ സാധിക്കുന്ന മാരകമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ള പല ആയുധങ്ങളും മെസപ്പൊട്ടോമിയയിൽ നിന്നും ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും നമ്മൾ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ആയുധങ്ങളൊക്കെ ആളുകളെ കൊല്ലാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. അവർക്ക് മണ്ണ് വെട്ടാനും കൃഷി ചെയ്യാനും അല്ലെങ്കിൽ പാചകം ചെയ്യാനും ഒക്കെ ആയിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള മൂർച്ച കുറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ആയുധങ്ങൾ മാത്രമാണ് ഇൻഡസ് വാലിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഹാരപ്പയും മോഹൻജുദാരോയും ഒക്കെ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും പ്രൗഢിയുള്ള പട്ടണങ്ങൾ തന്നെയായിരുന്നു. അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും യുദ്ധത്തിൻ്റെ ഒരു ചെറിയ സൂചന പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവിടെ ആ പട്ടാളം ഉണ്ടായിരിക്കില്ല, അത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ചില സ്കെൽറ്റൻസ് കിട്ടിയിട്ടുണ്ട്. പ്രാചീന കാലഘട്ടത്തിൽ മരിച്ചുപോയ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകളുടെ അസ്ഥിപഞ്ജരങ്ങൾ. ആ അസ്ഥിപഞ്ജരങ്ങളിൽ നിന്നും നമുക്ക് ചില പാടുകൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പാടുകൾ തെളിവുകളാണ്, ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ്. പക്ഷേ അത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു ശിക്ഷയൊന്നും ആയിരുന്നില്ല. മറിച്ച് ആളുകൾ തമ്മിലുള്ള പരസ്പര വൈരാഗ്യം കാരണം ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. മനുഷ്യരാണല്ലോ, സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. അവിടെ ഇനിയിപ്പോൾ രാജവാഴ്ച ഉണ്ടെങ്കിലും രാജവാഴ്ച ഇല്ലെങ്കിലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ആ ആക്രമണത്തിലൂടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് വർഷങ്ങൾ കഴിയും തോറും ഗണ്യമായ രീതിയിൽ അതിൻ്റെ റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആദ്യഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ സ്കെൽറ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് വർഷങ്ങളനുസരിച്ച്, അതായത് പഴക്കം പിന്നീട് കുറഞ്ഞു വരുന്ന സ്കെൽറ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പഴയകാല, അതായത് ആദ്യകാല സ്കെൽട്ടനുകളിൽ ഉണ്ടായിരുന്ന പാടുകൾ താരതമ്യേന കുറവാണ്, അല്ലെങ്കിൽ ആ പാടുകളുടെ എണ്ണം കുറവാണ്. കുറച്ച് സ്കെൽറ്റൻസിൽ മാത്രമേ അത്തരത്തിലുള്ള മർദ്ദനമേറ്റിട്ടുള്ള പാടുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ഇത് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അതായത് വയലൻസ് അവിടെ ഓരോ വർഷം കഴിയും തോറും വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. വയലൻസ് നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് നിർധനരായിട്ടുള്ള ആളുകളായിരിക്കും. അതായത് സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്ന ആളുകളുമായിരിക്കും.
നമുക്ക് കിട്ടിയിട്ടുള്ള സ്കെൽറ്റൻസിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പ്രത്യേകിച്ചും അവരുടെ തലയോടിന് ഉണ്ടായിട്ടുള്ളത്. അതായത് സ്ത്രീകളും കുട്ടികളും ആ കാലഘട്ടത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇരകളായി മാറപ്പെട്ടിട്ടുണ്ട്. ഇൻഡസ് വാലിയിൽ നിന്ന് യുദ്ധസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും യുദ്ധം ഉണ്ടാവാനുള്ളൊരു സാധ്യതയെ അവർ തള്ളിക്കളഞ്ഞിട്ടില്ല. അതിൻ്റെ സൂചനയാണ് നമുക്ക് ഗുജറാത്തിലെ പല മേഖലകളിലും കാണാൻ സാധിക്കുന്ന വാച്ച് ടവറുകൾ. വാച്ച് ടവറുകളുണ്ട്, കൂടാതെ നല്ല ഉയരത്തിൽ പണിതിട്ടുള്ള കോട്ടമതിലുകളുമുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും മെസൊപ്പൊട്ടോമിയയിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് നമുക്കൊരു ശിലാഫലകം കിട്ടിയിട്ടുണ്ട്. ആ ശിലാഫലകത്തിൽ സർഗോൺ എന്ന ചക്രവർത്തി നേടിയിട്ടുള്ള വിജയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം 34ഓളം യുദ്ധങ്ങൾ വിജയിച്ചതായിട്ടാണ് പറയുന്നത്. 34 യുദ്ധവിജയങ്ങളും ഇൻഡസ് വാലിയുമായിട്ട് നടന്നിട്ടുള്ള യുദ്ധവിജയങ്ങളാണെന്നല്ല പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ 34 യുദ്ധവിജയങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനു പുറമേ മെലൂഹിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു യുദ്ധക്കപ്പലിനെ നശിപ്പിക്കാനും അവർക്ക് സാധിച്ചു. ആ കാലഘട്ടത്തിൽ മെസൊപ്പൊട്ടോമിയയിലുള്ള ആളുകൾ ഇൻഡസ് വാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ മെലൂഹ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ആ പ്രദേശത്തെ അവർ മെലൂഹ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ അങ്ങനൊരു യുദ്ധക്കപ്പൽ ഉള്ളതായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ സ്കൾപ്ചേഴ്സിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഖനനം ചെയ്തെടുത്തിട്ടുള്ള വസ്തുക്കളിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനൊരു യുദ്ധ ആയുധങ്ങളും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് കപ്പലുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കപ്പലുകളായിരുന്നു. ഒരുപക്ഷെ സർഗോൺ രാജാവ് പറയുന്നത് യുദ്ധക്കപ്പലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഒരു വ്യാപാര ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പുറപ്പെട്ടിട്ടുള്ള ഒരു കപ്പലായിരിക്കാം. രാജാവിനെ പാടിപ്പുകഴ്ത്താൻ വേണ്ടി മനഃപൂർവ്വം ഇല്ലാത്ത യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ എഴുതാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സർഗോൺ രാജാവ് തന്നെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയങ്ങളൊക്കെ പൊടിപ്പും തൊങ്ങലുമൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വലിയ സംഭവമായിട്ട് ചിലപ്പോൾ കൊട്ടിഘോഷിച്ചതാകാനുള്ള സാധ്യതയും നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കില്ല. അത്തരത്തിൽ ചരിത്രത്തിൽ പല രാജാക്കന്മാരും ബോധപൂർവം അവരുടെ യുദ്ധവിജയങ്ങളെ വലിയ രീതിയിൽ എക്സാഗ്രേറ്റ് ചെയ്യാനായിട്ട് ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ശ്രമമായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം വിജയിച്ചത് 3-4 യുദ്ധങ്ങളായിരിക്കാം. അത് പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞ് 34 യുദ്ധങ്ങളാക്കാനുള്ള ഒരു സാധ്യത നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് തർപ്പിച്ച് പറയാം. മെസൊപ്പൊട്ടോമിയ സിവിലൈസേഷനിൽ നടന്നതുപോലുള്ള ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നടന്നതുപോലുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഏൻഷ്യൻ സിവിലൈസേഷനിൽ നടന്നതുപോലുള്ള യുദ്ധങ്ങളോ ക്രൂരതകളോ ഇൻഡസ് വാലിയിൽ നടന്നിട്ടില്ല. ഇൻഡസ് വാലി ഏറെക്കുറെ സമാധാനം നിറഞ്ഞിട്ടുള്ള ഒരു താഴ്വാരം തന്നെയായിരുന്നു. അവിടെ അനേകം സിറ്റികളുണ്ടായിരുന്നു, പല പ്രദേശങ്ങളിലായി അത് വ്യാപിച്ചു കിടപ്പുണ്ടായിരുന്നു. എങ്കിൽ പോലും അവിടെ കാര്യമായിട്ട് യുദ്ധമുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന സർവശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു സുപ്രീം കമാൻഡർ ഉണ്ടായിട്ടില്ല. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷന് ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. മെസൊപ്പൊട്ടോമിയയിലെ ലിപി നമുക്കറിയാം, ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ലിപി നമുക്കറിയാം. അവർ കൊത്തിവച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ലിപി ഡീകോഡ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ചരിത്രം അത് തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വന്നേക്കാം. പല രഹസ്യങ്ങളും ആ ലിപിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. എങ്ങനെയാണ് അവർ ഭരണം നടത്തിയത്? ആ ഭരണം ഒരുപക്ഷെ നമുക്ക് ആ ഭരണരീതി ഒരുപക്ഷെ നമുക്കൊരു മാതൃകയാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചേക്കാം. ആ കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ വിശകലനം ചെയ്തിരുന്നത്, അവർ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, അവരുടെ കൂട്ടത്തിൽ കലാകാരന്മാരുണ്ടായിരുന്നോ, എഴുത്തുകാരുണ്ടായിരുന്നോ, അവർ കവിതകൾ എഴുതിയിരുന്നോ, അവരുടെ കവിതകളാണോ നമ്മൾ കാണുന്ന ആ ലിപികൾ? ആ ലിപിയിൽ ശരിക്കും എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? ഇപ്പോഴും നമുക്കറിയില്ല. നിരന്തരമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഒരിക്കൽ അത് മറനീക്കി പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്.
3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MEMORY20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.